എൻ്റെ സ്വയപരിശ്രമം കൊണ്ട് ഞാൻ എൻ്റെ വിൽ പവർ ഉപയോഗിച്ച് അത് ഞാൻ ചെയ്യത്തില്ല, ഇത് ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാലൊക്കെ ഞാൻ ചെയ്യും. ബിക്കോസ് ഇത് ജഡമാണ്. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. വിത്ത് മൈ ഓൺ പവർ, മൈ ഓൺ വിൽ പവർ, ഐ കനോട്ട് റെസിസ്റ്റ് ദി ടെംപ്റ്റേഷൻസ് ഓഫ് ദിസ് വേൾഡ്. എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് എനിക്ക് ഈ ഭൂമിയിലെ പ്രലോഭനങ്ങളോട്, പാപത്തിൻ്റെ പ്രലോഭനങ്ങളോട്, ഞാൻ പറഞ്ഞല്ലോ 3 ശത്രുക്കൾ നമുക്കുണ്ട്. എന്തൊക്കെയാണ്? ലോകം, ജഡം, പിശാച്. ഇത് 3ഉം പിശാച് പുറത്ത് വഴക്കുണ്ടാക്കുന്നു, ജഡം അകത്ത് വഴക്കുണ്ടാക്കുന്നു. എന്താണ്? ആൻഡ് ഓൾസോ ലോകം തലയിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇല്ലേ? ഇതെല്ലാം കൂടെ വരുന്ന സമയത്ത് ഐ കനോട്ട് വിത്ത്സ്റ്റാൻഡ് ദി ട്രയൽസ് ഓർ ദ ടെംപ്റ്റേഷൻസ് ഓഫ് ദീസ് എനിമീസ്. പക്ഷേ ഞാൻ കർത്താവുമായിട്ട് ഏകാത്മാവായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അതാണ് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ അവൻ നമ്മിൽ വസിക്കുന്ന അവസ്ഥ. നമ്മുടെ ശരീരം അവൻ്റെ മന്ദിരമാണ്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം നമ്മൾ വായിച്ചതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നോ, മൈ ബോഡി ഈസ് ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലമാണ്. അവൻ എന്നിൽ വസിക്കുകയാണ്. അവൻ എന്നിൽ വസിച്ചിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ സ്വന്തമല്ല. എനിക്ക് എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാൻ എനിക്ക് അവകാശമില്ലെന്നുള്ളത്. ഐ വിൽ നോട്ട് ഡു ദാറ്റ് ബിക്കോസ് ദ സ്പിരിറ്റ് ഡ്വെൽസ് വിത്തിൻ മീ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ ബഹുമാനിക്കുന്ന ഒരാൾ എൻ്റെ ഉള്ളിൽ വസിക്കുകയാണെങ്കിൽ, എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ, മൈ ലൈഫ് വിൽ ബി ഡിഫറെൻറ്റ്. ആൻഡ് ഇഫ് ഐ നോ ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് ഡ്വെൽസ് വിത്തിൻ മീ, ദെൻ സർട്ടൻലി മൈ ലൈഫ് വിൽ ബി ഡിഫറെൻറ്റ്. ആൻഡ് ഈവൻ മൈ തിങ്കിങ്, എനിക്ക് തെറ്റായ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാര്യം എൻ്റെ കൂടെ നടക്കുന്ന ആൾ ചിലപ്പോൾ എൻ്റെ ചിന്തകളെ കാണുന്നില്ലായിരിക്കും, പക്ഷേ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരിക്കുന്നത് കൊണ്ട് അവൻ എൻ്റെ ചിന്തകളെ പോലും കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രസാദിപ്പിച്ചേ പറ്റൂ. ആൻഡ് ഐ റിയലി ലവ് ടു ഡു ദാറ്റ്. അല്ലാതെ അതൊരു ഭാരമായിട്ടല്ല. മാന്യരായ ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് നമ്മളെന്താ ബേർഡനായിട്ടാണ് കണക്കാക്കുന്നത്? അല്ല, അതവർ സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കാൻ. ഒരു ഭാര്യ ഭർത്താവിന് തന്നെ വിശുദ്ധയായി ഒരുക്കുന്നത് ബേർഡനായതുകൊണ്ടല്ല, തല്ല് കിട്ടുമെന്ന് പേടിച്ചൊന്നുമല്ല. എന്താണ്? ഷീ ലവ്സ് ഇറ്റ്. അവളത് സന്തോഷിക്കുന്നു. എന്നതുപോലെ എൻ്റെ ശരീരത്തെ പരിശുദ്ധാത്മാവിന് വസിക്കാൻ പറ്റുന്ന മന്ദിരമാക്കി ഞാൻ സൂക്ഷിക്കുകയാണ്. എഫേസ്യർ ലേഖനം 5-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എഫേഷ്യൻസ് ചാപ്റ്റർ 5 15 മുതലുള്ള വാക്യങ്ങൾ, ഞാൻ ഈ വാക്യങ്ങൾ മാത്രം വായിച്ചു പോകുന്നതേ ഉള്ളൂ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. നമ്മൾ ബുദ്ധിയില്ലാത്തവരായി പോകരുത്. നമ്മൾ കർത്താവിൻ്റെ ഇഷ്ടം എന്നുള്ളത് എന്താണെന്നുള്ളത് ഗ്രഹിക്കണം. എന്താണ് കർത്താവിൻ്റെ ഇഷ്ടം? കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണമാണ്. പ്രിയമുള്ളവരെ, അശുദ്ധമായ ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നമുക്കവനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. വിശുദ്ധീകരണം എന്ന് പറയുന്നത് കർത്താവ് നമ്മിൽ നിന്ന് അല്ലെങ്കിൽ വേറൊരു രീതി നമുക്കത് അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിവാസമാകാനായിട്ട് ഉള്ളിലേക്ക് വരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അല്ലേ, നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ഡിസ്റിഗാർഡ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ ഡിസ്റിഗാർഡ് ചെയ്യാനായിട്ട് പാടില്ല. അവനെ എന്ത് ചെയ്യാൻ പാടില്ല? തുച്ഛീകരിക്കാൻ പാടില്ല. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നതെന്നറിയാം, ഐ വിൽ ട്രൈ ടു ലിവ് എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഞാൻ എങ്ങനെങ്കിലും ജീവിക്കാൻ പരിശ്രമിക്കാമെന്നല്ല. പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? അവന്റെ വിശുദ്ധിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അതിൽ കുറഞ്ഞ ഒരു വിശുദ്ധിയിലേക്കല്ല, അവന്റെ വിശുദ്ധിയിലേക്ക്. നിങ്ങളിൽ അവൻ പകർന്ന ആത്മാവിനാൽ അവൻ നിങ്ങൾ വിശുദ്ധിയിലേക്ക് വളരുമ്പോൾ അവൻ സന്തോഷിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നൽകിയത്. ഡു നോട്ട് ഡിസ്റിഗാർഡ്. അവനെ തുച്ഛീകരിക്കരുത്. അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതാണല്ലോ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വിശുദ്ധീകരണത്തിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശുദ്ധീകരിക്കേണ്ടതിനായി നിങ്ങളുടെ ഉള്ളിലാക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാതെ ബാക്കിയുള്ള എല്ലാ തെറ്റുകളും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? 1, പരിശുദ്ധാത്മാവിനെ ഡിസ്റിഗാർഡ് ചെയ്യുകയാണ്. 2, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കരുത്, പരിശുദ്ധാത്മാവിനെ തുച്ഛീകരിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മളുടെ ജീവിതത്തിൽ കയ്പും നീരസവും, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ 30 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി അതെല്ലാം നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. അതിലേതെങ്കിലും ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെന്നറിയാമോ? ഒരു കയ്പ് ഹൃദയത്തിൽ കയറിയാൽ വി ആർ ഗ്രീവിംഗ് ദ ഹോളി സ്പിരിറ്റ്.
നമ്മുടെയൊക്കെ ചിന്ത എന്നറിയാമോ, അന്യഭാഷ കളിയാക്കി പറയുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നതെന്ന് നമ്മുടെ ചിന്തയുണ്ട്. പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്, എന്തോ അന്യഭാഷയൊക്കെ പറയുന്നതിനെ കളിയാക്കിയിട്ടൊന്നും പറയരുത്, അത് പറയരുത് വേറെ കാര്യം. എന്നാൽ നമ്മുടെ മനസ്സിൽ എൻ്റെ കൂട്ടു സഹോദരനോടൊരു കയ്പ് ഹൃദയത്തിലുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. ഞാൻ ഒരാളുടെ കുറ്റം പറയുമ്പോൾ, ദൂഷണം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുകയാണ്. എന്നിൽ കോപമുണ്ടാകുമ്പോൾ, ഇല്ലേ, കോപിക്കുന്നൊന്നും പാവമല്ലെന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് എന്നറിയാമോ, ഇവിടെ എന്താ കൃത്യമായിട്ട് പറയുകയാണ്, ആങ്കർ, എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. സി, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ ഒരു ആങ്കർ ഉണ്ടല്ലോ, ആളുകളോട് നമ്മൾ ചൂടാകുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആൻഡ് ദാറ്റ് ഈസ് എ ഗ്രീവൻസ് ടു ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ മറ്റുള്ളവരോട് ചൂടാകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ഓരോ ആക്ഷൻസിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ, വി ഡിസ്റിഗാർഡ് ദ ഹോളി സ്പിരിറ്റ്. നമ്മളോട് കർത്താവ് തീർച്ചയായിട്ടും പറയും, ദൈവത്തിൻ്റെ ആത്മാവ് പറയും, മോനെ നീ ചെയ്യുന്ന കാര്യം ശരി, നീ ആരേതൊക്കെ പറയാം എന്ന് ചോദിക്കുമ്പോൾ നമ്മളോട് അത് പിന്നെ എങ്ങനെ പറയാതിരിക്കുന്നു എന്ന് ചോദിച്ചാൽ യു ആർ ഡിസ്റിഗാർഡിങ് ദ ഹോളി സ്പിരിറ്റ്. കോപിക്കുമ്പോൾ യു ആർ ഡിസ്റിഗാർഡിങ് ദ ഹോളി സ്പിരിറ്റ്. ക്രോധം കാണിക്കുമ്പോൾ, കയ്പ് വെച്ച് പുലർത്തുമ്പോൾ, മറ്റൊരാളോട് കയ്പുണ്ടാകുമ്പോൾ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ എല്ലാവരോടും സമാധാനം ആചരിപ്പാൻ കർത്താവ്. ആരോടെങ്കിലും ഒരു കയ്പുണ്ടാകുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ഈസ് എ ഗ്രീവൻസ് ടു ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാവുകയാണ്. ഇവിടെ എഫെസ്യർ 4-30 നമ്മൾ കാണുന്നതെന്നറിയാമോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നമ്മുടെ വീണ്ടെടുപ്പിന് നാളിനായി അവൻ നമ്മളെ സീൽ ചെയ്തിരിക്കുകയാണ്. മുദ്ര, സീൽ. ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് മെനി തിങ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ഓണർഷിപ്പ്. നമ്മളുടെ ഉടമസ്ഥൻ അവനാണെന്നുള്ള കാര്യം നമ്മളെ ഓർപ്പിക്കുകയാണ്. നീ നിന്റെ വകയല്ല, നിനക്കിഷ്ടമുള്ളവരെ ജീവിക്കാൻ പറ്റത്തില്ല, യു ആർ മൈൻ എന്നുള്ളതാണ്. മുദ്രയിട്ടിരിക്കുകയാണ്. ഈ പഴയ കാലത്ത് മൃഗങ്ങളുടെ മേലൊക്കെ ഉടമസ്ഥർ എന്ത് ചെയ്യുന്നറിയാമോ, ചാപ്പ കുത്തുക, മുദ്രയടിക്കുക, ഇല്ലേ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒത്തിരി കൂട്ടമായിട്ടൊക്കെ പോവുകയാണെങ്കിലും ഏറ്റവും ഒടുവിൽ എന്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും, അടയാളം കണ്ട്, സീല് കണ്ട് നമ്മുടെ ഉടമസ്ഥൻ ഏതാണെന്നുള്ളത് കണക്കാക്കാനായിട്ട് പറ്റും, ഇല്ലേ? അതുപോലെ തന്നെ അടിമകളുടെ ദേഹത്തും എന്ത് ചെയ്യുമായിരുന്നു, ഇങ്ങനെ ചാപ്പ കുത്തുമായിരുന്നു, അടിമയുടെ മേൽ സീല് ചെയ്യുമായിരുന്നു. ഗലാത്യ ലേഖനം 6-17 പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ ചൂടടയാളം വഹിക്കും. That means he says that I am a slave to the Lord Jesus Christ. യേശു കർത്താവിന് ഞാൻ ആരാണ്? ഞാൻ യേശുവിൻ്റെ അടിമയാണെന്ന് പറയുകയാണ്. ഇവിടെ എഫെസ്യ ലേഖനത്തിൽ എഴുതുമ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പൗലോസ് ഇത് എഴുതിയിരിക്കുന്നത്. എഫെസസ് എന്ന് പറയുന്നത് ഒരു ഹാർബർ സിറ്റിയാണ്. അവിടെ ഈ ആളുകൾ ഒത്തിരി, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ബിസിനസ് പറയുന്നത് തടിയാണ്. അവിടുന്ന് ആളുകൾ തടി വാങ്ങിച്ചിട്ട് കൊണ്ടുപോകുന്ന, ഇന്നത്തെ പോലുള്ള ട്രാൻസ്പോർട്ടിങ് ഇതില്ല. അതിന് എന്താ ചെയ്യുന്നറിയാമോ, തടികൾ കൂട്ടിക്കെട്ടിയിട്ട് ഈ നദിയിൽ ഒഴുക്കി വിടും. എന്നിട്ട് ഓരോ സിറ്റി ചെല്ലുമ്പോഴത്തേക്ക് അവർ പലരും കൂടിയാണ് ഇത് വാങ്ങിക്കുന്നത്. പക്ഷേ ഓരോ സിറ്റി ചെല്ലുമ്പോൾ ഇതിൻ്റെ ഹാർബർ അല്ലെങ്കിൽ ഈ നദീതീരത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇവരെന്ത് ചെയ്യും, ഈ തടി പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നോക്കും. അപ്പോൾ ഈ കൂട്ടിക്കെട്ടി ഒഴുക്കി വിടുന്നതിന് മുമ്പേ തന്നെ എന്തുകൊണ്ടെന്നറിയാം, ഇത് വെറും ചാപ്പ കുത്തുകയല്ല, ഇത് കൊത്തിയെടുക്കും. വാട്ട് യു സേ, ഇങ്ങനെ അവരുടെ ഇനീഷ്യൽസ് എന്ത് ചെയ്യും, കൊത്തിയെടുക്കും, എന്നിട്ടായി ഒഴുക്കി വിടുന്നത്. അപ്പോൾ ഈ പൗലോസ് പറയുന്നത്, ഒരു തടി എന്നതുപോലെ ഞാൻ ഒഴുകി നടക്കുമ്പോഴും എൻ്റെ മേലുള്ള പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എന്നെ ഒരു കാര്യം ഓർപ്പിക്കുന്നുണ്ട്, ഐ ബിലോങ് ടു ജീസസ്. ഹല്ലേലൂയ. നമ്മളൊരു പക്ഷേ ഒഴുകി നടക്കുകയായിരിക്കും, ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും, ഇത് ആരുടെയാണെന്നുള്ളത് നോർമൽ ആളുകൾക്കൊന്നും അറിയത്തില്ല. പക്ഷേ എനിക്കറിയാം, കാര്യം എൻ്റെ മേലൊന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയുണ്ട്. When I am filled with the Holy Spirit and when I am enjoying the Holy Spirit, when I experience the Holy Spirit, the presence of the Holy Spirit says that you belong to somebody else. Hallelujah. ഞാനിങ്ങനെ ഒഴുകി നടക്കുമ്പോഴും ആത്മാവിനോട് പറയും, മോനെ don't worry about that, somebody is waiting on the other shore. Hallelujah. വീണ്ടെടുപ്പ് നാളിനായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, മുദ്രയിട്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഒഴുകി നടക്കുന്ന സമയത്ത് അവനോട് പറയും, your Lord Jesus is waiting you on the other shore. നീ നഷ്ടപ്പെട്ടു പോകത്തൊന്നുമില്ല. നീ ഒന്ന് നോക്കിക്കേ, ഈ മുദ്ര ഒന്ന് നോക്കിക്കേ, യു ബിലോങ് ടു ജീസസ്. എൻ്റെ യേശു എന്നെ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. 1 കൊരിന്ത്യർ 7-23 നമ്മളിവിടെ കാണുന്നത്, അവൻ നിങ്ങളെ യു ആർ ബോട്ട് ഫോർ എ പ്രൈസ്, അല്ലേ? 1 കൊരിന്ത്യർ 7 അതിൻ്റെ 23 എങ്കിലും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു.
എങ്കിലും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഇല്ലേ? നിലയ്ക്ക് അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ 19-20 നോക്ക്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ലെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. നോക്ക്, എൻ്റെ വകയല്ല ഞാൻ. അതാണ് വിശുദ്ധ ജീവിതത്തിന്റെ ഏറ്റവും കീ പോയിന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിശുദ്ധമായി ജീവിക്കാൻ എന്നെ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? നോയിങ് ദാറ്റ് ജീസസ് ഈസ് മൈ ഓണർ. യേശുവാണ് എൻ്റെ ഉടമസ്ഥൻ എന്നുള്ളത് തിരിച്ചറിയുന്നതാണ്. യേശു എൻ്റെ ഉടമസ്ഥനാണെന്നുള്ള തിരിച്ചറിവാണ് വിശുദ്ധ ജീവിതത്തിൻ്റെ കീ. കാരണം യേശുവിൻ്റെ ഉടമസ്ഥനാണെങ്കിൽ എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് നോക്കാൻ പറ്റത്തില്ല. ബിക്കോസ് മൈ ഐസ് ആർ നോട്ട് മൈൻ, ഇറ്റ് ബിലോങ്സ് ടു ജീസസ്. യേശു എൻ്റെ ഉടമസ്ഥനാണെങ്കിൽ എനിക്ക് എൻ്റെ നാവ് കൊണ്ട് ഇഷ്ടമുള്ളതൊന്നും പറയാനൊന്നും പറ്റത്തില്ല. കാരണം എന്താണ്? എൻ്റെ നാവുകൾ യേശുവിൻ്റെ വകയാണ്. യേശു എൻ്റെ ഉടമസ്ഥനാണെങ്കിൽ എൻ്റെ കൈകൾ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ടു ജീസസ്. യേശു എൻ്റെ ഉടമസ്ഥനാണെങ്കിൽ എൻ്റെ കാല് കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് നടക്കാൻ പറ്റത്തില്ല. ബിക്കോസ് മൈ ലെഗ്സ്, ഇറ്റ് ഈസ് നോട്ട് മൈൻ, ഇറ്റ് ബിലോങ്സ് ടു ജീസസ്. അത് യേശുവിൻ്റെ വകയാണ്. 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ വില കൊടുത്തത് എങ്ങനെയാണ്? വെള്ളിയും പൊന്നും കൊണ്ടൊന്നുമല്ല അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത്. 18 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? എന്നെ വിലയ്ക്ക് വാങ്ങിച്ചത്. അവൻ വില കൊടുത്തത് അവന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന അവന് പോലും, അല്ലെങ്കിൽ എത്ര ലോകത്തിലെ എന്ത് വലിയ പ്രൈസ് ആണെങ്കിലും ദൈവത്തിനൊന്നുമല്ല. നമ്മൾ പറയുന്നത് പോലെ ഗാലക്സീസിനെ നിർമ്മിച്ചവനായ ദൈവത്തിന് ഇനി ഭൂമി തന്നെ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും, ഈവൻ അതർവൈസ് all the treasures of this world and all the treasures of the universe is nothing to God, because he can just pronounce a word and he can create another universe. ഈ പ്രപഞ്ചം മുഴുവൻ വില കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാലും ദൈവത്തിനൊന്നുമല്ല. കാരണം അവൻ ഒരു വാക്ക് കൊണ്ട് വിളിച്ചു വരുത്തിയതാണ് ഇത് മുഴുവൻ. എന്നാൽ അങ്ങനെ ഒരു വാക്ക് കൊണ്ട് വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു കാര്യത്തെ അല്ല, അല്ലെങ്കിൽ അത്ര സിമ്പിളായിട്ടുള്ള ഒരു കാര്യം കൊടുത്തല്ല അവൻ എന്നെ വിലയ്ക്ക് വാങ്ങിച്ചത്. ഇറ്റ് ഈസ് ഹിസ് ഓൺ ബ്ലഡ്. അവൻ്റെ സ്വന്തം രക്തം കൊടുത്ത് അവൻ വില കൊടുത്തത് സ്വന്തം രക്തമാണ്. അവൻ്റെ മുദ്ര ഞാൻ അവൻ്റെ വകയാണെന്നുള്ളത് എന്നെ ഓർപ്പിക്കുകയാണ്. ആ മുദ്ര എന്താണ്? ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ ആ മുദ്ര. ആ സീൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ. When I am filled with the Holy Spirit, he says, son, you are mine and I paid a price for you. ഞാൻ നിനക്ക് വേണ്ടി ഒരു വില കൊടുത്തിട്ടുണ്ട്. ആത്മാവിൻ്റെ ഓരോ ചലനത്തിലും ഓരോ സാന്ത്വനത്തിലും പരിശുദ്ധാത്മാവുമായിട്ടുള്ള എൻ്റെ ഓരോ എൻകൗണ്ടറിലും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ അത് തിരിച്ചറിയുന്നുണ്ട്. I belong to Jesus and Jesus paid a price and that is his own blood. I heard a story. ഞാൻ പലയിടത്ത് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഒരു കൗബോയ് ഒരിക്കൽ ഒരു വൈൽഡ് ബേർഡിനെ കൊണ്ട് വഴിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. വഴിയിൽ ഇങ്ങനെ നിൽക്കുന്ന കൂട്ടത്തിൽ അവൻ അതിൻ്റെ വൈൽഡ് ബേർഡാണ്, അതിൻ്റെ തൂവലൊക്കെ ഇങ്ങനെ വലിച്ചു പറിച്ച് കളയുകയും അപ്പം നോർമലി ഇത് കിടന്ന് കരയുകയും ടോർച്ചർ ചെയ്യുക. ഇത് സാഡ്, ടോർച്ചർ ചെയ്യുക. അപ്പോൾ അതിലെ വഴിയെ പോയ ഒരു മനുഷ്യന് വലിയ സങ്കടം തോന്നി. അവൻ ചോദിച്ചു, മാൻ, വാട്ട് യു ഡൂയിങ്? ഐ എൻജോയ്. അതിന് നീ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത്? when I torture this bird, I really enjoy. ഞാൻ ചോദിച്ചു, നീ ഇതിനെ ഇനി എന്തോ ചെയ്യാൻ പോകുന്നത്? ഞാൻ എൻ്റെ തൂവലെല്ലാം ഇങ്ങനെ പറിച്ച് കളയും. അപ്പോൾ ഇത് കരയും. ദാറ്റ് ഗിവ്സ് മീ സം കൈൻഡ് ഓഫ് ഹാപ്പിനെസ്. ആൻഡ് ഫൈനലി ഐ ഗോ ഹോം. എനിക്ക് നല്ലൊരു പൂച്ചയുണ്ട്. ഐ ഗിവ് ഇറ്റ് ടു ദ ക്യാറ്റ്. ആ പൂച്ച ഇതിനെ തിന്നുമ്പോൾ ഞാൻ എൻ്റെ സന്തോഷം നല്ല സന്തോഷമാകും. എന്നാൽ ഇദ്ദേഹം ചോദിച്ചു, യു വിൽ സെൽ ഇറ്റ്? നിനക്കിത് വിൽക്കാൻ പ്ലാൻ ഉണ്ടോ? വൈ യു ബൈയിങ് ഇറ്റ്? ഇറ്റ് ഇസ് എ വൈൽഡ് ബേർഡ്. ഇതൊരു വെറും കാട്ട് പക്ഷിയാ, ഇത് പാടത്തൊന്നുമില്ല. നീ തത്തയെ വാങ്ങിക്കുന്നവർ ഇതിനെ വാങ്ങിച്ചിട്ട് കാര്യമൊന്നുമില്ല. എന്നെ പറഞ്ഞു, അത് നീ അറിയേണ്ട കാര്യമില്ല. നീ വിൽക്കുന്നെങ്കിൽ പറ. മനുഷ്യ, ഇത് വാങ്ങിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് നിന്നെ കൊത്തും. ഒന്നാമത്തെ കാര്യം, നിനക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല. ഇത് നിന്നെ തന്നെ കൊത്തും. നിന്റെ സൂക്ഷിച്ചില്ലെങ്കിൽ നിന്റെ കണ്ണത് കുത്തിപ്പൊട്ടിക്കും. അങ്ങനത്തെ വൈൽഡാണിത്. എന്നെ പറഞ്ഞു, നീ അതറിയേണ്ട കാര്യമില്ല. നീ കൊടുക്കുന്നുണ്ടോ? വിൽക്കുന്നുണ്ടോ? എന്നെ പറഞ്ഞു, യെസ്. കവേർഡ് യു എത്ര? ഈസ് $1,000. ദാറ്റ് ഈസ് എ ബിഗ് എമൗണ്ട് അല്ലേ? $1,000. കുറേ നേരം ആലോചിച്ചിട്ട് ഈ മനുഷ്യൻ വാലറ്റ് തുറന്നിട്ട് $1,000 എടുത്തിട്ട് പറഞ്ഞു, ഗിവ് മീ ദാറ്റ് ബേർഡ്. ഇവൻ എന്നെ വട്ടനാണെന്ന് വെച്ചോണ്ട് ഈ കൗബോയ് എന്ത് ചെയ്തു? $1,000 വാങ്ങിച്ചിട്ട് ഈ ബേർഡിനെ തിരിച്ചു കൊടുത്തു. ആൻഡ് ഹി ഫ്രീ ദാറ്റ് ബേർഡ്. എന്നാൽ ഇതുപോലെ ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഇറ്റേണിറ്റിയിൽ നടന്നത്. എന്താണെന്നറിയാമോ? സൈറ്റൻ വാസ് ജസ്റ്റ് ടോർച്ചറിങ് us like anything. സാധാരണ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ടോർച്ചർ ചെയ്യുകയാണ്. ഫൈനലി അവൻ നമ്മളെ ആർക്ക് വേണ്ടി കരുതിയിരിക്കുകയായിരുന്നു? നരകത്തിൻ്റെ തീക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ജീസസ് കെയിം ആൻഡ് വി വെർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സൈറ്റൻ.
കർത്താവ് ചോദിച്ചു, നീ കൊടുക്കുന്നതിനെ? അവൻ പറഞ്ഞു, ഇവൻ നിന്നെ തന്നെ ഉപദ്രവിക്കും. കാര്യം ഇവൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഈസ് എ വൈൽഡ് ഗായ്. ഡസൻറ്റ് മാറ്റർ വാട്ട് ഇസ് എ പ്രൈസ്. And Satan just looked at Jesus and said, your blood and your life